പണ്ടൊരു കാലത്ത് ആഫ്രിക്കയിൽ റൂഡ് എന്നു പേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു. അവൻ വളരെ ദരിദ്രനായിരുന്നു. ഒരു വലിയ നദിയിൽ നിന്ന് മീൻ പിടിച്ച് അത് കൊണ്ടുപോയി ചന്തയിൽ വിറ്റ് ജീവിച്ചു വന്നു. ഒരു ദിവസം റൂഡ് ഒരുപാട് മീൻ വിറ്റ് ജീവിക്കാമെന്ന് കരുതി 4 വലകളും എടുത്തുകൊണ്ട് ഒരു വഞ്ചിയിൽ നദിയുടെ നടുവിലേക്ക് പോയി. 4 വലകളും 4 ദിക്കിലേക്കും വീശി അത് കരയിലുണ്ടായിരുന്ന ഒരു മരത്തിൽ ഇറുക്കി കെട്ടിവെച്ചു. അല്പസമയം കഴിഞ്ഞ് ഓരോ വലകളും കരയിലേക്ക് പയ്യെ വലിച്ചു കയറ്റാൻ തുടങ്ങി. ആദ്യത്തെ വലയിൽ ഒന്നുമുണ്ടായിരുന്നില്ല. അതിനുശേഷം രണ്ടാമത്തെ വലയും വലിച്ചു. അതിൽ ഒരു ചെറിയ ഞണ്ടുണ്ടായിരുന്നു. നിരാശയോടെ മൂന്നാമത്തെ വലയും വലിച്ചു. അതിലും ഒന്നുമുണ്ടായിരുന്നില്ല. ഇന്നൊരു നിർഭാഗ്യമുള്ള ദിവസമാണല്ലോ എന്നും പറഞ്ഞ് അവസാനമായി 4ാമത്തെ വലയും വലിച്ചു. അതിന് നല്ല ഭാരമുണ്ടായിരുന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അയ്യോ, നല്ല വലിയ മീൻ കുടുങ്ങിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വല വലിക്കാൻ തുടങ്ങി. വലിച്ചു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്, ആ വലയിൽ വയസ്സായ ഒരു മുത്തശ്ശിയുണ്ടായിരുന്നു. ആ മുത്തശ്ശിയുടെ തോലെല്ലാം ചുളിവുകൾ വീണ് പല്ലെല്ലാം കൊഴിഞ്ഞുപോയി കൂനിക്കുറുകി കാണാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അത് കണ്ട റൂഡിന് വല്ലാത്ത നിരാശ തോന്നി. ഭാഗ്യം കിട്ടുമെന്നോർത്തപ്പോൾ നിർഭാഗ്യമാണല്ലോ വന്നു ചേർന്നത് എന്ന് പറഞ്ഞ് വലകളെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോകാൻ തുനിഞ്ഞു. അപ്പോഴാ മുത്തശ്ശി റൂഡിനോട് പറഞ്ഞു, എനിക്കും ആരുമില്ല, എന്നെയും വീട്ടിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അതിന് റൂഡ്, എനിക്ക് കഴിക്കാൻ പോലും ഭക്ഷണമില്ല, നിനക്ക് ഞാൻ എവിടുന്ന് തരാനാ, എന്റെ കൂടെ വരണ്ട എന്ന് തീർത്തു പറഞ്ഞു. അതിനാ മുത്തശ്ശി, മോനെ, എന്നെക്കൊണ്ട് നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, മാത്രമല്ല ഞാൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഭാഗ്യമുണ്ടാകും, അത് വേണമെന്നുണ്ടെങ്കിൽ നിന്നോടൊപ്പം എന്നെയും കൊണ്ടുപോ എന്ന് റൂഡിനോട് പറഞ്ഞു. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞതിന് സമ്മതിച്ച് അവൻ മുത്തശ്ശിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് റൂഡ് തനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന റൊട്ടികളിൽ കുറച്ച് മുത്തശ്ശിക്കും കൊടുത്തു. ഭക്ഷണം കഴിച്ചതിനു ശേഷം മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി, എനിക്ക് ഭാഗ്യം ഉണ്ടാകുമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞതല്ലേ, അതെന്താണെന്ന് പറയുമോ, ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞു. അതിനാ മുത്തശ്ശി, മോനെ, നാളെ വൈകുന്നേരത്തിനുള്ളിൽ നീ കുറെ പശുക്കളുടെ യജമാനനായി മാറും. അതുങ്ങളെ കെട്ടിയിടാൻ നല്ല വലിയ സ്ഥലത്ത് ഒരു മനോഹരമായ കൂടുണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിന് റൂഡ്, മുത്തശ്ശി പറയുന്നത് ഞാനെങ്ങനെ വിശ്വസിക്കും, അത്രയും പശുക്കളെ എനിക്കെവിടുന്ന് കിട്ടാനാ എന്ന് തന്നോട് തന്നെ ചോദിച്ചു. അതിനാ മുത്തശ്ശി, എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്ക്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് തീർത്തു പറഞ്ഞു. അതിന് സമ്മതിച്ച് റൂഡ് വീടിന് പുറത്ത് വളരെ കഷ്ടപ്പെട്ട് മുൾവേലികളൊക്കെ നിർമ്മിച്ച് പശുക്കൾക്കു വേണ്ടി മനോഹരമായ ഒരു കൂട് നിർമ്മിച്ചു. തനിക്ക് ഭാഗ്യം വരുന്ന കാര്യമോർത്ത് അന്ന് രാത്രി വളരെ സന്തോഷത്തോടെ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നദിയിൽ നിന്ന് പശുക്കൾ നടന്നു വരുന്നത് കണ്ടു. ആദ്യം ഒരു കാള, അതിനു പുറകിലായി കുറെ പശുക്കളും പിന്നെ കുറെ കിടാങ്ങളും വരുന്നത് കണ്ടു. അവറ്റകളെല്ലാം ആ കൂടിനുള്ളിൽ തങ്ങി ഒരുപാട് പാലും റൂഡിന് നൽകി. അന്നു മുതൽ റൂഡിന്റെ ജീവിതം പാടെ മാറി. അവന്റെ ദാരിദ്ര്യമെല്ലാം മാറി ആ ഗ്രാമത്തിൽ ധനികനായി മാറുകയും ചെയ്തു. കിട്ടിയ കാശുകൊണ്ട് ഭൂമി വാങ്ങി, വലിയ വീട് വാങ്ങി, വിവാഹം കഴിച്ച് കുടുംബസ്ഥനായി മാറി. ഗ്രാമത്തിലെ ധനികൻ എന്ന പേരും അവൻ നേടിയെടുത്തു. ഒപ്പം തന്നെ റൂഡിന് അഹങ്കാരവും വർദ്ധിച്ചു. ആരെങ്കിലും സഹായം ചോദിച്ചു വരികയാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയും അഹങ്കാരത്തോടെ സംസാരിക്കുകയും പതിവായി. ഇങ്ങനെ കുറെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അടുത്തുള്ള ഗ്രാമത്തിലേക്ക് റൂഡ് വിരുന്നിനു വേണ്ടി പോയി. വിരുന്നിൽ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു. അതുമാത്രമല്ല, മദ്യവും വയറ് നിറച്ച് കഴിച്ചു. മദ്യം കഴിച്ച് നടന്നു പോകുമ്പോൾ വഴിയിൽ ആരെയെങ്കിലും കണ്ടാൽ അവരെ വഴക്ക് പറയാമെന്ന് കരുതി. പാതിരാത്രിയായിരുന്നതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. റൂഡ് മദ്യലഹരിയിൽ വീടിന്റെ വാതിൽ ആഞ്ഞു തട്ടി, വീട്ടിലാരുമില്ലേ, ഞാൻ ആരാണ് വന്നിരിക്കുന്നതെന്നറിയോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. എത്ര ശബ്ദമുണ്ടാക്കിയിട്ടും വീട്ടിൽ നിന്നാരും പുറത്തേക്ക് വന്നതേയില്ല. റൂഡിന് ഭയങ്കര ദേഷ്യമുണ്ടായി. അപ്പോൾ റൂഡ്, നിങ്ങൾക്കെല്ലാവർക്കും ഇത്ര അഹങ്കാരമോ?
അന്ന് ആ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്ന ആ മുത്തശ്ശി എന്താ ചെയ്യുന്നത്? മുത്തശ്ശി, പുറത്തേക്ക് വന്ന് വാതിൽ തുറക്ക്, എന്താ ചെയ്യുന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. ശബ്ദം കേട്ട് മുത്തശ്ശി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു നോക്കി. മുത്തശ്ശി റൂഡിനോട് ദേഷ്യത്തോടെ പറഞ്ഞു, നിന്റെ അഹങ്കാരം കൂടിയതുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ വഴക്കു പറയുന്നത്. ബഹുമാനമില്ലാത്ത സ്ഥലത്ത്, സഹായിച്ചവരെ മറക്കുന്നിടത്ത് ഞാനൊരു ക്ഷണം പോലും നിൽക്കുന്നില്ല. നേരം പുലർന്നതും ഞാൻ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞു. അതിന് റൂഡ് ദേഷ്യത്തോടെ പറഞ്ഞു, പോകുന്നെങ്കിൽ പൊയ്ക്കോ, എന്റെ ദാരിദ്ര്യം പോയെന്ന് വിചാരിച്ചോളാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ മുത്തശ്ശി ഉറങ്ങിയെഴുന്നേറ്റതും റൂഡിന്റെ വീട്ടിൽ നിന്ന് നേരെ പശുക്കൂട്ടിലേക്ക് ചെന്ന് പശുക്കളെയും വിളിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നദിയിലേക്ക് നടക്കാൻ തുടങ്ങി. മുത്തശ്ശിയോടൊപ്പം നദിയിലേക്കിറങ്ങിയ പശുക്കൂട്ടങ്ങളും അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു. അതിനുശേഷം റൂഡ് തന്റെ പഴയ അവസ്ഥയിലേക്ക് തിരികെ വന്നു. മഹാദരിദ്രനായി മാറി. നദിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മുത്തശ്ശി വീണ്ടും തന്നെ സഹായിക്കുമെന്നോർത്ത് നദിക്കരയിൽ തന്നെ കാത്തിരുന്നു. അതിനുശേഷം അവന്റെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും ആ ഭാഗ്യം അവനെ തേടിയെത്തിയതേയില്ല. ഹായ് കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്കിലും ട്വിറ്ററിലും നമുക്ക് ബന്ധപ്പെടാം. താങ്ക് യു. ബൈ ബൈ.